ചോദിക്കട്ടെ മുട്ടിപ്പടി തങ്ങളെ, ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇതിന്റെ വിളിപ്പാടകലയല്ലേ? കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയിട്ട് ആ ഉപ്പാപ്പയുടെ പേരും പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്നുള്ള സിമ്പതി മേടിച്ചു പറ്റിയിട്ട് നിങ്ങൾ ഇന്ന് സുഖലോലുപനായി വിലസുകയല്ലേ മുട്ടിത്തങ്ങളെ? നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ വൈകാരികമായി ഇത് ചോദിക്കുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? മുത്ത് റസൂല് വന്നിത് പറഞ്ഞപ്പോ മഹദിയായ ഉമ്മു സലമ ബീവി വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങോടി ചെന്നിട്ട് ആ സൂക്ഷിപ്പു സ്വത്തായി കൊടുത്ത ആ കർബിന്റെയും ബലാഇന്റെയും ഗന്ധം വീശുന്ന മണ്ണെന്ന് മുത്ത് റസൂല് പറഞ്ഞ ആ മണ്ണെടുത്തു നോക്കുമ്പോ അത് രക്തമായിട്ടില്ലേ? ഇത് ചരിത്രത്തിലില്ലേ? ഈ സംഭവം ഹുസൈനാര് തങ്ങളെ ഈ രൂപത്തിൽ തലയെറുത്തെടുത്ത് കഴുത്തറുത്തു കൊന്ന ഈ യസീദിന് പിന്തുണ പ്രഖ്യാപിച്ച് യസീദിന്റെ നന്മകൾ എന്ന പേരില് നിങ്ങളെ മഅദിനിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ലക്ഷണം കെട്ട കൃതി ഉമവിയ്യ ഖിലാഫത്ത് എന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾ എല്ലാം കൊടുത്തു വളർത്തുന്ന നിങ്ങളുടെ ഒരു വാലാട്ടിയായ ഒരു ജീവി അവിടെ ജീവിക്കുന്നില്ലേ? ലക്ഷണം കെട്ട ഷിയാ ഫൈസി, അയാള് എന്ത് തോന്നിവാസമായി ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ആ കഴുത്തറുത്തു കൊന്നത് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പച്ചക്കെഴുതി വെച്ചിട്ടില്ലേ മുട്ടിപ്പടി തങ്ങളെ? ഇയാളെ ഇപ്പോഴും നിങ്ങൾ പോറ്റുകയല്ലേ? നിങ്ങൾക്ക് എന്തേ തടസ്സം? നിങ്ങൾ യഥാർത്ഥത്തിലുള്ളൊരു സയ്യിദാണോ? റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ ചോദിക്കട്ടെ തങ്ങളെ, വിനയത്തോടെ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ പരമ്പര ചെന്നെത്തുന്നത് എവിടേക്കാ? ഹുസൈനാര് തങ്ങളിലേക്കല്ലേ? നിങ്ങളെ വലിയുപ്പ ഹുസൈനാര് തങ്ങളല്ലേ? ആ ഹുസൈനാര് തങ്ങളാകുന്ന വലിയുപ്പയെ ഈ രൂപത്തിൽ പച്ച തോന്നിവാസം പറഞ്ഞില്ലേ? ആ പോയ പോക്ക് ആത്മഹത്യാപരമാണെന്ന് ഈ ലക്ഷണം കെട്ട ഷിയാ ഫൈസി എന്ന കിളവൻ എഴുതി വെച്ചില്ലേ? അതെ, അവരുടെ അഹ്ലു ബാബാഇന്റെ മൗലിദ് അതിന്റെ തുടക്കത്തിൽ കാണുന്ന ബൈത്ത് ലി ഖംസത്തുൻ നുതുഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതള വബ്നഹുമാ വൽ ഫാത്തിമ. ഈ ബൈത്ത് ശിയാക്കളാണ്, ഇത് ചെല്ലുന്നവരൊക്കെ ശിയാക്കളാണ് എന്നയാള് പരസ്യമായി പ്രസംഗിച്ചില്ലേ? ഇയാളെ നിങ്ങൾ വീണ്ടും നിങ്ങളെ സ്ഥാപനത്തിൽ പൂവിട്ട് പൂജിച്ചില്ലേ? അവസാനം ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഈ സമുദായത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഹുസൈനാര് തങ്ങളുടെ കരള് പറിക്കുന്ന രൂപത്തിലുള്ള അവിടത്തെ നെഞ്ചകത്തേക്കുള്ള വെടിയുണ്ടക്ക് സമാനമായ ഇതിലെ വരികൾ നിങ്ങളെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ച്, നിങ്ങളെ സ്ഥാപനത്തിന്റെ പ്രസാധക സമിതിയല്ലേ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ഇതൊക്കെ നിങ്ങൾ നടത്തി. അപ്പൊ ഞങ്ങൾ ചോദിക്കുക, നിങ്ങൾ തങ്ങളാണെങ്കിൽ അയാളങ്ങൾ ശാസിക്കണ്ടേ? അയാളെ ഇത് ഒരു യാദൃശികമായിട്ട് സംഭവിച്ചതല്ലോ. ആദ്യം ആത്മഹത്യാപരാന്ന് പ്രസംഗിച്ചു, പിന്നെ അയാൾ എന്ന് തുടങ്ങുന്ന ബെയ്ത്ത് അത് ശിയാക്കളെ ബെയ്ത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഒക്കെ പുറമെ ഇത് വാമൊഴിയും അതിന്റെ പുറമെ വരമൊഴിയായിട്ട് പുസ്തകം എഴുതി. ഇതൊക്കെ നിങ്ങൾ നടത്തിയപ്പോഴും നിങ്ങൾ മൗനം പാലിക്കല്ലേ? എന്നിട്ടും നിങ്ങളെ സ്റ്റേജ് കയറ്റിട്ട് നിങ്ങൾ ചെയ്യുന്ന പണി എന്താ? നമ്മളെ സ്ഥാപനത്തിനും നമ്മളെ ഫൈസി അയാളുടെ ഷാക്കിർ ശുക്കൂർ മഷ്കൂർ തേങ്ങാക്കൊല പേരക്കുട്ടി മോളെ മോള് മറ്റൊരു മറിച്ചോര് 5 ലക്ഷം റുപ്യ വന്നിട്ടുണ്ട്. പൊന്നാര മുട്ടി തങ്ങളെ ഞങ്ങളോട് ചോദിക്കട്ടെ, അതിപ്പോ ഒരു കുറ്റം നല്ല കേട്ടോ. എന്താ അങ്ങനെ പറയണെന്ന്? അത് ശരി, ഇങ്ങക്ക് എന്തോ ആവാലേ? നിങ്ങൾ ഞങ്ങളെ മശായിഖന്മാരെ നാടിന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം പിന്നെ ശൈഖ് എന്നല്ല പറയല്. ഇതായിരിക്കും വരെ വെച്ചോളേ. നിങ്ങക്ക് വേദന ഉണ്ടല്ലേ? തുടച്ചോളേടാ. എന്താ നിങ്ങക്ക് വിഷമോ? അതുകൊണ്ടാ ഞങ്ങള് മുട്ടിപ്പടി എന്നതിന്റെ ഷോർട്ട് ഫോം മുട്ടി തങ്ങള്. കുഴപ്പമുണ്ടോ? അത് കുറ്റൊന്നല്ല കേട്ടോ, ഷോർട്ട് ഫോമാ. മനുഷ്യന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ സമയം വേണ്ടേ? അപ്പൊ മുട്ടി തങ്ങളെ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിങ്ങനെ എഴുതി വിടുന്ന സമയത്ത് നിങ്ങൾ അയാളെ ശാസിച്ചോ? നിങ്ങൾക്ക് ഈ 5 ലക്ഷം നക്കാപ്പിച്ച നൊട്ടയാണോ വലുത്? അതെ, സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വല്ലിപ്പ വലുത്. ഇത് ഞങ്ങളെ ചോദ്യം പ്രസക്തല്ലേ? അത് ചോദിക്കുമ്പോ കണ്ടില്ലേ നിങ്ങളെ തങ്ങളെ ചീത്തറിയണ്,
അള്ളാടെ റസൂലിന്റെ പേരക്കുട്ടി മുത്ത് റസൂലിന്റെ മുത്തമേറ്റ് വാങ്ങിയ ഹുസൈനാര് തങ്ങളെ പറ്റിയിട്ട് ഈ പച്ച തോന്നിവാസം ഈ തങ്ങളെന്ന് പറയപ്പെടുന്ന ആളുടെ സ്ഥാപനത്തിൽ നിന്ന് പുസ്തകം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ല. അതെന്തിനെ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ എഴുതിച്ചത്? അത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ തങ്ങളാണെങ്കിൽ നിങ്ങളെ രക്തം തിളക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴോ അപ്പൊ നിങ്ങൾക്ക് ചുണ്ടുളുമ്പുക, അപ്പൊ നിങ്ങൾക്ക് വിഷമാവുക, അപ്പൊ നിങ്ങൾക്ക് അപസ്മാരം ഇളകുക. നിങ്ങളെ അപസ്മാരം ഇളകിക്കൊണ്ടേയിരിക്കണം. ഞങ്ങളെ ഈ വർത്തമാനം, ഞങ്ങളുടെ ഈ ശക്തമായ പ്രതിഷേധം അത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കും. ഈ ആദർശ തൂഫാൻ ഇത് നിലക്കാതെ നിലനിന്നുകൊണ്ടേയിരിക്കും. മറുപടി പറയണം. അങ്ങനൊന്നും വിടൂല പൊന്നാര തങ്ങളെ. ഇത് നിങ്ങൾ മറുപടി പറയും. എന്തൊക്കെ തോന്നിവാസങ്ങൾ നടത്തിയത് നിങ്ങൾക്ക് എങ്ങനെ ഷിയാ ഫൈസിക്ക് വെള്ളം കൊടുക്കാൻ പറ്റണത്? ഹുസൈനാര് തങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ കൊന്നുകളഞ്ഞ ഈ യസീദിന്റെ നന്മകൾ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ഈ ചെങ്ങാതിക്ക് എങ്ങനെ തങ്ങളെ നിങ്ങൾ വെള്ളം കൊടുക്കല്? വെല്ലിപ്പാക്ക് വെള്ളം കൊടുക്കാതെ കഴുത്തറുത്ത് കൊന്ന ആളെ മദ്ഹ് ചെയ്യുന്ന ഈ കിളവൻ എങ്ങനെ നിങ്ങൾ വെള്ളം കൊടുക്കല്? നിങ്ങൾ തങ്ങളാണോ? ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളോട് ഹാലകല്ലേ? ഞങ്ങൾക്ക് എന്തൊക്കെ പറയാണ്ട്. ഇതെവിടുക്ക പോണെന്ന് ഞങ്ങൾ നോക്കട്ടെ.